നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി രാമനിലയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വികസന ഭൂപടത്തിൽ മുഖ്യസ്ഥാനമുള്ള തൃശൂർ ജില്ലയുടെ വികസനത്തിനായി നിരവധി നിർദ്ദേശങ്ങളുമായി കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ വിവാദം നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മൂർഖിനിക്കര ഗവൺമെന്റ് UP സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം സംഘടിപ്പിച്ച ത്രിദിന സഹവാസ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് ഉദ്ഘാടനം ചെയ്തു. മച്ചാട്, പുത്തൂർ, പൊങ്ങണങ്കാട്, പാവറട്ടി, മണ്ണുത്തി പള്ളികളിൽ ശനി ഞായർ ദിവസങ്ങളിൽ തിരുനാൾ ആഘോഷിക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ നാട് പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി രൂപീകരിച്ച വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്ന പ്രധാന സബ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി രൂപീകരിച്ച വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തി. പ്രധാന വേദികളിലെ ദീപാലങ്കാരം, കുറ്റമറ്റ ശബ്ദ സംവിധാനം, ഇലക്ട്രിക്കൽ പരിശോധനകൾ എന്നിവ പൂർത്തിയായി. കലോത്സവത്തിനെത്തുന്നവർക്ക് രുചികരമായ ഭക്ഷണം നൽകുന്നതിനായി ദിവസേനയുള്ള മെനു തയ്യാറാക്കി. ഭക്ഷണ വിതരണത്തിനുള്ള കൂപ്പണുകളും വിതരണ സംവിധാനവും സജ്ജമാണ്. താമസ സൗകര്യമൊരുക്കുന്ന സ്കൂളുകളിൽ വെളിച്ചം, കുടിവെള്ളം, ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സുതാര്യമാക്കാൻ വിപുലമായ IT സംവിധാനങ്ങളും ടാബുലേഷൻ ക്രമീകരണങ്ങളും സജ്ജമാണ്. ഓരോ വേദികളിലും സ്റ്റേജ് മാനേജർമാർ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ സേവനം ഉറപ്പാക്കി. മത്സരഫലങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ മീഡിയ റൂം, പവലിയൻ എന്നിവ സജ്ജീകരിക്കും. മത്സരാർത്ഥികൾക്കും ഒഫീഷ്യൽസിനും യാത്ര ചെയ്യാൻ ആവശ്യമായ വാഹനങ്ങൾ ക്രമീകരിച്ചു. ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനവും ഫിറ്റ്നസ് പരിശോധനയും നടത്തി. വേദികളിലെ തിരക്ക് നിയന്ത്രിക്കാനും ക്രമസമാധാനം പാലിക്കാനും പോലീസിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കും. ഉത്തരവാദിത്വ കലോത്സവം എന്ന ആശയത്തിലൂന്നി ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കും. മത്സരശേഷം വേദികൾ വൃത്തിയാക്കുന്നതുൾപ്പെടെയുള്ള ചുമതലകൾക്ക് പ്രത്യേക സംവിധാനമൊരുക്കി. സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര, വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങ്, സാംസ്കാരിക ഘോഷയാത്ര എന്നിവയോടെ കലോത്സവം വൻ വിജയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ, വേദികളുടെയും മത്സരങ്ങളുടെയും നിർമ്മാണം പൂർത്തിയായി. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ സമയബന്ധമായി വാങ്ങണം. പ്രധാന വേദികളിലെ ദീപാലങ്കാരം, കുറ്റമറ്റ ശബ്ദ സംവിധാനം, ഇലക്ട്രിക്കൽ പരിശോധനകൾ എന്നിവ പൂർത്തിയായി. ഭക്ഷണവും താമസവും കലോത്സവത്തിന് എത്തുന്നവർക്ക് രുചികരമായ ഭക്ഷണം നൽകുന്നതിനായി ദിവസേനയുള്ള മെനു തയ്യാറാക്കി. ഭക്ഷണ വിതരണത്തിനുള്ള കൂപ്പണുകളും വിതരണ സംവിധാനങ്ങളും സജ്ജമാണ്. ഒരു ദിവസം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 20,000-ഓളം വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ച സമയത്ത് താമസ സൗകര്യം ഒരുക്കുന്ന സ്കൂളുകളിൽ വെളിച്ചം, കുടിവെള്ളം, ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മത്സരം ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അനുസരിച്ച് ടെസ്റ്റ് നമ്പർ കൊടുക്കും. ടെസ്റ്റ് നമ്പറിന് ശേഷം ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്, തേർഡ് കാർഡ് വിളിച്ചാണ് മത്സരം ആരംഭിക്കുന്നത്. ചിലപ്പോഴെല്ലാം 1ാം പ്രാവശ്യം, 2ാം പ്രാവശ്യം, 3ാം പ്രാവശ്യം വിളിച്ചാൽ പോലും സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി വരാറില്ല. അതിനുപരമായി സമയത്തിന് മത്സരം അവസാനിപ്പിക്കാൻ വേണ്ടി ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം തുറന്നതാണ്. കൊടുക്കാനുള്ള സംവിധാനം തൃശൂർ കോർപ്പറേഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വൈദ്യുതി വിതരണത്തിന് മുടക്കം കൂടാതെ ഈ ദിവസങ്ങളിൽ അതിന്റെ ഉത്തരവാദിത്വം തൃശൂർ കോർപ്പറേഷൻ ഏറ്റെടുക്കുകയാണ്. ശുചീകരണം അത്
ഈ എല്ലാ ദിവസങ്ങളിലും കൂടുതലിന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ ഏറ്റെടുക്കുകയാണ്. കോർപ്പറേഷന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏകോപിപ്പിച്ച് നടത്താൻ വേണ്ടിയിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ലൈൻ ഡെസ്കും അതുപോലെ കോർപ്പറേഷൻ കൺട്രോൾ റൂമും ഞങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. അതിന്റെ കോൺടാക്ട് നമ്പർ 0487-233-1629. നമ്മുടെ വടക്കേച്ചിറ സ്റ്റാൻഡിന്റെ അടുത്തുള്ള 5ാം സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇവിടെ വരുന്ന മത്സരാർത്ഥികൾക്കും അത് കാണാൻ വരുന്ന എല്ലാവർക്കും സ്വർണ്ണക്കപ്പ് സ്വീകരണത്തിനായി ഒല്ലൂരിൽ സംഘാടക സമിതി രൂപീകരിച്ചു. സ്വർണ്ണക്കപ്പ് സ്വീകരണത്തിനായുള്ള വിപുലമായ സംഘാടക സമിതി യോഗം ഒല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 14 മുതൽ 18 വരെ തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് ജനുവരി 13 ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേരും. ഘോഷയാത്രയോടുകൂടി സെന്റ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കും. തൃശൂർ കോർപ്പറേഷൻ ഒല്ലൂർ സെന്റർ ഡിവിഷൻ കൗൺസിലർ പോളി ജോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കുവാനും ഒല്ലൂർ ടാക്സി പേട്ടയിൽ നിന്ന് ആരംഭിച്ച് ബാൻഡ് സെറ്റോടുകൂടി NSS, NCC, SPC, റെഡ് ക്രോസ്, സ്കൗട്ട്, ഗൈഡ് ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ അകമ്പടിയോടുകൂടി വിപുലമായ രീതിയിൽ സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ലഹരിക്കെതിരെ പ്രതിരോധ കോട്ട തീർത്ത് വിദ്യാർത്ഥികൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് സ്വരാജ് റൗണ്ടിൽ നടന്ന ലഹരി വിരുദ്ധ ചങ്ങലയിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 10,000-ഓളം വിദ്യാർത്ഥികൾ അണിനിരന്നു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ രാജൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികൾ ലഹരി വിമുക്ത പ്രതിജ്ഞ ചൊല്ലി. വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലഹരിയോട് നോ പറയുന്നത് പോലെ അനാരോഗ്യമായ പ്രവണതകളോടും പ്രകൃതി വിരുദ്ധമായ ശീലങ്ങളോടും നോ പറയാൻ നമ്മൾ ശീലിക്കണമെന്നും ഇതിനായി ഒരു പെരുമാറ്റച്ചട്ടം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇത്തവണത്തെ കലോത്സവം നമ്മൾ ആഘോഷിക്കുന്നത് കേവലം ഒരു കലാമേള എന്ന നിലയിലല്ലെന്നും മറിച്ച് സമൂഹത്തിന് മികച്ച സന്ദേശങ്ങൾ നൽകുന്ന ഉത്തരവാദിത്ത കലോത്സവം എന്ന നിലയിലാണെന്നും മന്ത്രി പറഞ്ഞു. കലോത്സവ നഗരി മാലിന്യമുക്തമായിരിക്കണമെന്നും മത്സരവേദികളിൽ വിജയിക്കുന്നത് മാത്രമല്ല ജീവിതമെന്നും പരാജയം എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, അതൊരു പാഠമാണ് എന്ന് കുട്ടികൾ തിരിച്ചറിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നെജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഒല്ലൂർ SMM GVHSS വൈലോപ്പള്ളിയിലെ NSS വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരിക്കെതിരെ അയ്യയ്യോ ലഹരിബാധ എന്ന തെരുവ് നാടകം അരങ്ങേറി. തുടർന്ന് സംസ്കൃതം, അറബി കലോത്സവങ്ങളുടെ ലോഗോ പ്രകാശനവും നടന്നു. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാനും 64ാമത് കേരള സ്കൂൾ കലോത്സവം ലഹരി വിമുക്തമാക്കുവാനും എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കാമെന്നും ഞാനിതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. സംസ്കൃതോത്സവം സെമിനാർ നോട്ടീസ് പ്രകാശനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നെജി ജസ്റ്റിൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സംസ്കൃതോത്സവം ചെയർമാനുമായ
ടി.ആർ. ഹിരൺ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സംസ്കൃതോത്സവം ചെയർമാനുമായ ടി.ആർ. ഹിരൺ, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സംസ്കൃതോത്സവ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ കലോത്സവ വേദികൾക്ക് താമരയുടെ പേരും. സർക്കാർ തീരുമാനം സ്വാഗതാർഹമെന്ന് എ. നാഗേഷ്. നേരത്തെ തന്നെ വിവേകബുദ്ധിയോടെ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരമൊരു തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന്റെ തുടക്കത്തിലുള്ള വിവാദം ഒഴിവാക്കാമായിരുന്നുവെന്ന് നാഗേഷ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാടിനെ നാഗേഷ് അഭിനന്ദിച്ചു. ദേശീയ പുഷ്പമായ താമരയെ കലോത്സവ വേദികളുടെ നാമകരണത്തിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കിയതിനെതിരെ BJP ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഈ വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി നേരിട്ട് എ. നാഗേഷിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും പ്രതിഷേധം കണക്കിലെടുത്ത് വേദികൾക്ക് താമരയുടെ പേരും ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഭാരതീയ സംസ്കാരവുമായും കലകളുമായും അഭേദ്യമായ ബന്ധമുള്ള താമരയെ രാഷ്ട്രീയ കാരണങ്ങളാൽ മാറ്റി നിർത്തുന്നത് ഉചിതമല്ലെന്ന BJPയുടെ നിലപാട് സർക്കാർ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ട്. വിവേചനരഹിതമായി എല്ലാ പൂക്കളുടെയും പേരുകൾ ഉൾപ്പെടുത്തി കലോത്സവം ഭംഗിയായി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂരിലെ കേരള കലോത്സവ വേദികൾക്ക് താമരയുടെ പേരൊഴിവാക്കിയ സർക്കാർ നടപടി പിൻവലിച്ച് താമരയുടെ പേര് ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ പ്രേരിതമായി തൃശൂരിൽ മറ്റ് പൂക്കളുടെ പേരുകൾ ഇട്ട സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിന്റെ പേരിൽ ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയ നടപടി ഇന്നലെ വൈകുന്നേരം വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വിളിക്കുകയും ആ സമയത്ത് ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ അംഗീകരിക്കില്ല എന്ന് സൂചിപ്പിച്ച സമയത്ത് ആ നടപടി പുനഃപരിശോധിക്കാനും താമരയുടെ പേര് ഉൾപ്പെടുത്താനും തയ്യാറാകുമെന്ന് അദ്ദേഹം ഇന്നലെ സൂചിപ്പിച്ചു. ഇന്ന് പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഇന്ന് നടപ്പാക്കിയിട്ടുള്ളത്. എന്തായാലും കേരള കലോത്സവം നല്ല രീതിയിൽ നടക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഈ നീക്കത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സാംസ്കാരിക തലസ്ഥാനത്ത് നടക്കുന്ന കേരളോത്സവം എന്തായാലും കേരളത്തിൽ ഏറ്റവും നല്ലൊരു വേദിയായി തൃശൂർ മാറട്ടെ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിന് വിദ്യാഭ്യാസ മന്ത്രി എടുത്ത ആ തീരുമാനത്തെ BJP സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാവിധ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടി അറിയിക്കുന്നു. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലുള്ള കേരള യാത്രയുടെ ഭാഗമായി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ആയിരക്കണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ നാമമാത്രമാണ്. കാർഡിയോളജി ഉൾപ്പെടെയുള്ള സുപ്രധാന വിഭാഗങ്ങളിൽ എല്ലാ ദിവസവും OP പ്രവർത്തിക്കുന്നില്ല. അടിയന്തര ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി സൗകര്യങ്ങളുടെ അഭാവം വലിയ പ്രതിസന്ധിയാണ്. ഡോക്ടർമാരുടെ കുറവ് ഉടൻ പരിഹരിക്കണം. കൂടാതെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സഹായമെത്തിക്കാൻ സന്നദ്ധ സംഘടനകൾക്ക് സൗകര്യമൊരുക്കണം. സാംസ്കാരിക തലസ്ഥാനത്തിന്റെ പൈതൃകം സംരക്ഷിച്ചുകൊണ്ട് നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ശാസ്ത്രീയ വികസന നയം നടപ്പിലാക്കണം. നഗരത്തിലെ തിരക്ക് കുറയ്ക്കാൻ വടക്കുഭാഗത്തു നിന്നുള്ള ബസ്സുകൾക്ക് പുഴയ്ക്കൽ പാടത്തും കിഴക്കുഭാഗത്തു നിന്നുള്ള ബസ്സുകൾക്ക് മണ്ണുത്തി ബൈപ്പാസിലും മൊബിലിറ്റി ഹബ്ബുകൾ സ്ഥാപിക്കണം. പ്രധാന ആശുപത്രികൾ, കളക്ട്രേറ്റ്, റെയിൽവേ സ്റ്റേഷൻ, KSRTC സ്റ്റാൻഡ് എന്നിവയെ ബന്ധിപ്പിച്ച് കൂടുതൽ സിറ്റി ബസ് സർവീസുകൾ ആരംഭിക്കണം. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ, ശക്തൻ സ്റ്റാൻഡ്, സ്വരാജ് റൗണ്ട്, വടക്കേ സ്റ്റാൻഡ് റൂട്ടിൽ തൃശൂർ KSRTC സ്റ്റാൻഡിനെ പുനർനിർമ്മാണം. പ്രധാന ആശുപത്രികൾ, കളക്ട്രേറ്റ്, റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ്, ശക്തൻ സ്റ്റാൻഡ്, സ്വരാജ് റൗണ്ട് എന്നിവയെ ബന്ധിപ്പിച്ച് കൂടുതൽ സിറ്റി ബസ് സർവീസുകൾ ആരംഭിക്കണം. തൃശൂർ KSRTC സ്റ്റാൻഡിന്റെ പുനർനിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണം. കോർപ്പറേഷന്റെ ശക്തൻ നഗർ മാർക്കറ്റ് മാസ്റ്റർ പ്ലാൻ സമയബന്ധിതമായി നടപ്പിലാക്കണം. തൃശൂരിൽ നിന്ന് രാവിലെ 6:45 പുറപ്പെടുന്ന കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ തിരികെ വരുമ്പോൾ ഷൊർണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്നത് ആയിരക്കണക്കിന് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. ഈ ട്രെയിൻ പഴയതുപോലെ തൃശൂർ വരെ നീട്ടണം. ഇത് ഗുരുവായൂർ, തൃപ്രയാർ ഭാഗത്തേക്കും എറണാകുളം, കോട്ടയം ഭാഗത്തേക്കുമുള്ള സ്ഥിരയാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. ചാലക്കുടി, വെറ്റിലപ്പാറ, കുണ്ടായി, ചൊക്കന, പാലപ്പിള്ളി തുടങ്ങിയ മലയോര മേഖലകളിലെ രൂക്ഷമായ വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, N. അലി അബ്ദുള്ള, സയ്യിദ് ഫസൽ തങ്ങൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ന് തൃശ്ശൂർ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലായിടങ്ങളിലും എല്ലാ മീഡിയ പ്രവർത്തകരും നന്നായി സഹകരിച്ചു
എല്ലാവിധ സന്തോഷവും രേഖപ്പെടുത്തുന്നു. എല്ലായിടങ്ങളിലും സ്നേഹവിരുന്ന് നടത്തുന്നു. അതിൽ മേയർമാരും ഡെപ്യൂട്ടി മേയർമാർ, അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻമാർ തുടങ്ങി പൗരപ്രധാനികൾ സംബന്ധിക്കുന്നു. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ മീഡിയകളുടെ മുമ്പിൽ ഇവിടുത്തെ നിയമപാല്, ഇവിടുത്തെ കേരള കേന്ദ്ര സർക്കാരുകളും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ കോളേജിന്റെ വികസനമാണ്. മലപ്പുറം, പാലക്കാട് ജില്ല ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ കോളേജ് മൊബിലിറ്റി സ്റ്റാൻഡ് ഇല്ലാത്ത, സ്റ്റോപ്പ് ഹബ് ഇല്ലാത്തത് കൊണ്ട് ട്രാഫിക് വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അതിന് 2 ഭാഗങ്ങളായി, ഒന്ന് മണ്ണുത്തി ഭാഗത്തും അത് മറ്റൊന്ന് പുഴയ്ക്കൽ പാടത്തും കിഴക്ക് ഭാഗത്തും നിന്നുള്ള ബസ്സുകൾക്ക് മണ്ണുത്തി ബൈപ്പാസിൽ ഒരു മൊബിലിറ്റി ഹബ്ബുകൾ സ്ഥാപിക്കുക. മറ്റൊന്ന് യാത്രാ സൗകര്യപ്രദമാക്കുന്നതിന് സിറ്റി സർവീസ് റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും മറ്റെല്ലാം ഒന്നിപ്പിക്കുന്ന രൂപത്തിൽ ഒരു സിറ്റി സർവീസ്. പിന്നീട് പ്രവാസികളുടെ സംരക്ഷണം സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. പ്രവാസികളുടെ പ്രയാസങ്ങൾ നാടിന്റെ പൊതുവായ വേദനയാണെന്നും കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലായ പ്രവാസികൾക്ക് അർഹമായ പരിഗണനകൾ ലഭിക്കാൻ സംസ്ഥാനം ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രവാസി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാഹുൽ പണിക്കവീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡേവിസ് വടക്കൻ, ഇക്ബാൽ, ജില്ലാ ട്രഷറർ EM ബഷീർ, ജില്ലാ സെക്രട്ടറിമാരായ ഗോപാലകൃഷ്ണൻ നന്ദിലത്ത്, ജബീർ നാലകത്ത്, MA സലീം, ശശി പൂവത്ത്, ജമാൽ എന്നെ, പ്രോഗ്രാം കോർഡിനേറ്റർ ബിജു ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വോട്ട് കോഴ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഓട്ടുപാറയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് MLA ഓഫീസ് എത്തുന്നതിന് മുൻപ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ലക്ഷങ്ങൾ കൊടുത്ത് ജനാധിപത്യത്തെ അട്ടിമറിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈവശം വെച്ചിരുന്ന KV നഫീസ രാജിവെക്കുക, CPMന്റെ കുതിരക്കച്ചവടത്തിനെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF 7, LDF 7 എന്നിങ്ങനെയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിലെ കക്ഷിനില. UDFിലെ ലീഗ് സ്വതന്ത്രൻ ജാഫർ LDFന് വോട്ട് ചെയ്തതോടെയാണ് പ്രസിഡന്റ് സ്ഥാനം LDFന് ലഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിൽ വോട്ട് കച്ചവടം നടന്നതായി ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. അതേസമയം താൻ ആരുമായും ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ലെന്നും LDFന് വോട്ട് ചെയ്തത് അബദ്ധം സംഭവിച്ചതാണെന്നും വ്യക്തമാക്കി ജാഫർ മാഷും രംഗത്തെത്തിയിരുന്നു. പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. വടക്കാഞ്ചേരി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി K അജിത് കുമാർ, NR സതീശൻ, ഷാഹിദ റഹ്മാൻ, കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു, കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചിരുന്ന UDFിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ജാഫർ എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകന് 50 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് 50 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നേതൃത്വം കൊടുത്ത വടക്കാഞ്ചേരി MLA രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധാർമ്മിക സമരവുമായി ഇന്ന് നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ന് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നവർ. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
ഒരുപാട് സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തു. ജനാധിപത്യത്തെ കച്ചവടവൽക്കരിക്കുന്ന, ജനാധിപത്യം അട്ടിമറിക്കുന്ന, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ മുഴുവൻ ഇല്ലാതാക്കുന്ന CPM-ന്റെ ശൈലി, ആ ശൈലി വടക്കാഞ്ചേരിയിൽ നടപ്പിലാക്കി എന്ന് പറയുമ്പോ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്തവർ CPM-ന്റെ ഉന്നത നേതാക്കന്മാരാണെന്ന് അറിയുമ്പോ ആ നേതാക്കന്മാരിൽ പ്രധാനി ഈ പ്രദേശത്തെ MLA ആണ്. അതിന് നേതൃത്വം കൊടുത്തവരെന്ന് അറിയുമ്പോൾ ഈ MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ അവസരം ഉണ്ടാക്കുന്നത് ശരിയല്ല. അവസരം നിഷേധിക്കണം, അവിടെ പ്രവർത്തനങ്ങൾ തടയണം. അതാണ് ജനാധിപത്യ വിശ്വാസികൾ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം. 50 ലക്ഷം രൂപയൊന്നും ആസിഫ് പാർട്ടിക്കുന്ന ഒരു സംഖ്യയല്ല. നമുക്കറിയാം 350 കോടി രൂപയല്ലേ കരിമന്നൂർ ബാങ്കിൽ നിന്ന് അടിച്ചു മാറ്റിയ നേതാക്കന്മാരൊക്കെ ആസിഫ് പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരായി മാറുമ്പോ അത് കുന്നംകുളത്തിന്റെ MLA ആയ മുൻമന്ത്രി AC മൊയ്തീനാണെങ്കിലും ചേലക്കരയിലെ MLA ആയി മന്ത്രിയായി ഇപ്പോൾ MP ആയിരിക്കുന്ന K രാധാകൃഷ്ണനാണെങ്കിലും വടക്കാഞ്ചേരിയിലെ MLA സേവ ചിറ്റപ്പള്ളിയാണെങ്കിലും കോടാനുകോടി രൂപ കയ്യിൽ വെച്ച് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ തീരുമാനിക്കുന്ന, തെരഞ്ഞെടുപ്പുകൾ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്ന, ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടം മാറുകയാണ് പ്രിയമുള്ളവരെ. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. അവരോട് പറഞ്ഞി അവരോട് പറഞ്ഞി മനസ്സിലായ യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടാ ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്.
ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ത്രിദിന സഹവാസ ക്യാമ്പ് നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് ഉദ്ഘാടനം ചെയ്തു. മിറർ 2026 എന്ന പേരിൽ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന ഷാജു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക മാലിനി, മുൻ ദേശീയ അധ്യാപക ജേതാവ് M പീതാംബരൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK അഭിലാഷ്, T അഖിൽ, സ്കൂൾ PTA പ്രസിഡന്റ് ബിജി ബാലൻ തുടങ്ങിയവർ ആശംസ നേർന്നു. അധ്യാപകരായ അംബുജാക്ഷി, ഉഷ, ഇന്ദ്രജിത്ത് എന്നിവർ ക്ലാസ് എടുത്തു. തലക്കോട്ടുകര പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാമിലി അപ്പോസ്തലേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ അനീഷ് കുത്തൂർ കൊടിയേറ്റി. ജനുവരി 16, 17, 18, 19 തീയതികളിലാണ് തിരുനാൾ. ജനുവരി 17 വരെ നവനാൾ തിരുകർമ്മങ്ങളും ലതീഞ്ഞ്, നൊവേന എന്നിവയും ഉണ്ടായിരിക്കും. ജനുവരി 16 വെള്ളിയാഴ്ച നവനാൾ തിരുകർമ്മങ്ങൾക്ക് ശേഷം പ്രസുതേന്തി വാഴ്ച ഉണ്ടായിരിക്കും. തുടർന്ന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം വേലൂർ ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ജിയോ മാളിയേക്കൽ നിർവഹിക്കും. തുടർന്ന് തിരുമുറ്റ വാദ്യം അരങ്ങേറും. തിരുനാൾ തലേ ദിവസമായ ജനുവരി 17 ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, രൂപം എഴുന്നള്ളിപ്പ് എന്നിവയും കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പ്, വള എഴുന്നള്ളിപ്പുകളും രാത്രി 11 മണിക്ക് വാദ്യമേളങ്ങളോടെ അമ്പ്, വള എന്നിവ പള്ളിയിൽ പ്രദക്ഷിണമായി സമാപിക്കും. തുടർന്ന് വർണ്ണമഴ അരങ്ങേറും. തിരുനാൾ ദിവസമായ ജനുവരി 18 രാവിലെ 6:30-നും 10:30-നും വൈകിട്ട് 4:30-നും ദിവ്യബലികൾ ഉണ്ടായിരിക്കും. രാവിലെ 10:30-നുള്ള ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ചൂണ്ടൽ പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുവില്ലാമല സെന്റ് പോൾ ഗുരുകുലം സെമിനാരി റക്ടർ റവറൻ ഫാദർ ബിനു പാറോക്കാരൻ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 4:30-ന് ദിവ്യബലിക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം, വർണ്ണവിസ്മയം എന്നിവയും അരങ്ങേറും. ജനുവരി 19 തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ബീറ്റ്സ് ഓഫ് തൃശൂർ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. ജനറൽ കൺവീനർ റെൻജോ KJ, കൈക്കാരന്മാരായ റെനി ജോസ്, ജോയ് K ദേവസി, ജെയ്സൺ KT എന്നിവർ നേതൃത്വം നൽകി.
മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന്റെ ഭാഗമായി കൂടുതുറക്കൽ ശുശ്രൂഷ നടന്നു. രാവിലെ 6:15 നടന്ന തിരുകർമ്മങ്ങൾക്ക് ശേഷമായിരുന്നു കൂടുതുറക്കൽ ശുശ്രൂഷ. തിരുകർമ്മങ്ങൾക്ക് ഫാദർ നിധിൻ താഴത്ത്, ഫാദർ ഷിജോ കുത്തൂർ, ഫാദർ ജോജോ എടത്തിരുത്തി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വീടുകളിലേക്ക് അമ്പ്, വള, ലില്ലി എന്നിവ എഴുന്നള്ളിപ്പ് നടന്നു. കൈക്കാരൻ നിക്സൺ ആലപ്പാട്ട്, രാജൻ കാട്ടുകുടിയിൽ, ജോൺ കല്ലിയേൽ, പോൾ ആലപ്പാട്ട്, മറ്റ് കൺവീനർമാർ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. സ്നേഹമുള്ളവരെ, നമ്മുടെ തിരുനാളിൻ്റെ നമ്മുടെ ദേവാലയത്തിൻ്റെ ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് ഇപ്പോൾ നടക്കാനായിട്ട് പോവുക. ഈ മഹനീയമായ കർമ്മത്തിലേക്ക് ഈ സ്വിച്ച് ഓൺ കർമ്മം നടത്തുവാനായിട്ട് കടന്നു വന്നിരിക്കുക വടക്കാഞ്ചേരി എസ് ഐ ആയിട്ടുള്ള സോനു സാറാണ്. പ്രത്യേകമായും നമ്മുടെ ഈ തിരുനാളിനെ കുറിച്ച് ഒരു വാക്കാശംസ പറയാനും അതോടൊപ്പം ഈ ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാനും ഏറെ സ്നേഹത്തോടുകൂടെ സോനു സാറിനെ ക്ഷണിക്കുന്നു. പൊന്നമ്പറമ്പ് ദേവാലയത്തിൻ്റെ കീഴിലുള്ള എല്ലാ വിശ്വാസികൾക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ. 2-3 ദിവസങ്ങളായി തുടങ്ങുന്ന ഈ ആഘോഷങ്ങൾ തുടർന്നും അടുത്ത ദിവസങ്ങളിലും വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. എന്തായാലും ആഘോഷങ്ങളെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്കും അതുപോലെ തന്നെ നാട്ടിലെ കൂട്ടായ്മയ്ക്കും അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ഒരു ദേശത്തിൻ്റെ ഒരുമയ്ക്ക് ഈ ആഘോഷങ്ങൾ ഒരു നന്മ പങ്കുവയ്ക്കുന്നുണ്ട്. വിട്ടുനിന്നവരും ദേശത്തു നിന്നും പുറത്തു നിന്നും വിട്ടുനിന്നവരും നാട്ടിലേക്ക് തിരിച്ചു വരുന്നതും ഒക്കെ ഈ ആഘോഷവേളയിലാണ്. അത് എല്ലാവർക്കും ഒരു സ്നേഹസംഗമത്തിനുള്ള വേദി കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ വിശ്വാസത്തോടു കൂടി പെരുന്നാൾ ആഘോഷിക്കുകയും അതോടൊപ്പം തന്നെ സമാധാനപരമായി ഇതിനെ കണ്ട് പൂർവാധികം ഭംഗിയായി അടുത്ത വർഷത്തേക്ക് നടത്താൻ വേണ്ടി ഈ വർഷം വളരെ സമാധാനത്തോടെ നടത്താനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും ആശംസകൾ. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ തിരുനാളിന് ഫാദർ ബെന്നി കിടങ്ങൻ കൊടിയേറ്റം നിർവഹിച്ചു. ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ റെജി ഞെരളത്തുകാരൻ, ഡീക്കൻ അഖിൽ സണ്ണി, കൈക്കാരന്മാരായ സണ്ണി ജോസ് മാളിയേക്കൽ, വർഗീസ് കൊഴുക്കുള്ളിക്കാരൻ, സ്റ്റാൻലി കാട്ടുമാത്ത്, വിജീഷ് അറങ്ങാശ്ശേരി, ജനറൽ കൺവീനർ പ്രിൻസൺ ഐനിക്കൽ, ജോയിന്റ് കൺവീനർ ജോയ് കണ്ണുകാടൻ, ഫിനാൻസ് കൺവീനർ ജോഷി ആലപ്പാട്ട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജനുവരി 15, 16, 17, 18, 19 തീയതികളിലാണ് തിരുനാൾ. പൊങ്ങണങ്കാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും വിശുദ്ധ യോസേ പിതാവിന്റെയും സംയുക്ത തിരുനാളിന് കൂടുതുറക്കൽ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോബി നേതൃത്വം നൽകി. തുടർന്ന് പ്രസുദേന്തി വാഴ്ച വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ അമ്പ് വെഞ്ചരിച്ച് യൂണിറ്റിലേക്ക് നൽകി. സിസ്റ്റർമാർ, കൈക്കാരന്മാർ, തിരുനാൾ കൺവീനർ, കേന്ദ്ര സമിതി അംഗങ്ങൾ, ഏകോപന സമിതി അംഗങ്ങൾ, പ്രതിനിധി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഒരിടവേള. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. കുട്ടനെല്ലൂർ മേൽപ്പാലം സർവീസ് റോഡിലുണ്ടായ ബൈക്ക് അപകടത്തിൽ തലൂർ സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് അഖിൽ എന്ന യുവാവിനെ നാട്ടുകാർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ പദ്ധതിയുടെ റോഡ് ടാറിംഗ് ആരംഭിച്ചു. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി FDR ടെക്നോളജി റോഡിന്റെ ടാറിംഗ് നിർമ്മാണം ആരംഭിച്ചു. മുടിക്കോട് മുതൽ പൊങ്ങണങ്കാട് വരെ 7 കിലോമീറ്റർ ദൂരം 3 ഘട്ടങ്ങളിലായാണ് നിർമ്മാണം ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പാണഞ്ചേരി പഞ്ചായത്തിലെ 24-ാം വാർഡ് മുടിക്കോട് വാർഡിലെ മുടിക്കോട് മുസ്ലിം പള്ളിക്ക് സമീപത്ത് നിന്നും മാടക്കത്ര പഞ്ചായത്തിലെ ചിറക്കേക്കോട് സെന്റർ വരെയാണ് നിർമ്മാണം നടക്കുന്നത്. നിലവിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ റോഡിന്റെ പരിധി 810 മീറ്റർ ദൂരം മാത്രമാണ്. ഇതിൽ 650 മീറ്റർ റോഡിന്റെ നിർമ്മാണം ഇന്നത്തോടെ പൂർത്തിയാകും. FDR ടെക്നോളജി പ്രകാരം നിർമ്മിക്കുന്ന ജില്ലയിലെയും പാണഞ്ചേരി പഞ്ചായത്തിലെയും ആദ്യ റോഡാണിത്. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ പദ്ധതിക്ക് പുതിയ മുഖം സമ്മാനിക്കുമെന്നും പദ്ധതി കേരളത്തിന് തന്നെ അഭിമാനമാകുമെന്നും പഞ്ചായത്ത് അംഗം ശിവ പ്രശോഭ് പറഞ്ഞു. പീച്ചി വാഴാനി ടൂറിസം കോറിഡോറിന്റെ ആദ്യ ഫേസിൽ ഉൾപ്പെട്ട മുടിക്കോട് മുതൽ ചിറക്കാക്കോട് വരെ വരുന്ന ഭാഗത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. മുടിക്കോട് മുതൽ ഇന്ന് ചാത്തംകുളം വരെയുള്ള ഭാഗം ഇന്ന് ടാറിംഗ് പൂർത്തിയാവും. ഒരുപക്ഷെ പാണഞ്ചേരി പഞ്ചായത്തിലെ ആദ്യത്തെ FDR ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെയും ആദ്യ റോഡുകളിൽ ഒന്നാണെന്ന് ആണ് മനസ്സിലാക്കുന്നത്. കൊല്ലൂർ മണ്ഡലത്തെയും വടക്കാഞ്ചേരി മണ്ഡലത്തെയും പ്രത്യേകിച്ചും ബന്ധിപ്പിക്കുന്ന PWD റോഡ് എന്ന നിലയിൽ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡ് പൂർണ്ണമാവുന്നതോട് കൂടിയിട്ട് ഗതാഗത മേഖലയിൽ വലിയൊരു മാറ്റത്തിന് ഇത് കാരണമാകും. തൃശ്ശൂർ ടൗണിനെ ആശ്രയിച്ച് പോകുന്നതിന് പകരം മുടിക്കോട് നിന്ന് വടക്കാഞ്ചേരി എത്തുന്നതിന് വേണ്ടി കേവലം 20 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം ടാറിംഗ് നടത്തിയ പീച്ചി ഡാം ഇറിഗേഷൻ റോഡ് തകർന്നു. പീച്ചി പ്രധാന കവാടത്തിൽ നിന്നും ഡാമിന്റെ അടിവാരത്തേക്ക് പോകുന്ന റോഡ് ഹാച്ചറിയുടെ മുൻഭാഗം വരെ ടാറിംഗ് പൂർത്തിയായിരുന്നു. ടാറിംഗ് പൂർത്തിയായ റോഡിൽ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ ടാർ വീപ്പയിൽ വെള്ളം കയറ്റി താൽക്കാലികമായി ഗതാഗത തടസ്സം വരുത്തിയതുമാണ്. എന്നാൽ സാമൂഹ്യവിരുദ്ധർ ഈ വെള്ളം ഒഴിച്ചു കളഞ്ഞ് ടാർ വീപ്പ റോഡിൽ കമഴ്ത്തിവെച്ചു. കനത്ത ചൂടിൽ ടാർ ഉരുകിയൊലിച്ച് ടാറിംഗ് പൂർത്തിയായ റോഡിൽ പരന്നൊഴുകി. ഇത് ഇളക്കിക്കളയാൻ ശ്രമിക്കുന്നതിനിടയിൽ ടാറിംഗ് നടത്തിയ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇളകിപ്പോയി. റോഡ് പണി തുടങ്ങിയതു മുതൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്ന് കരാറുകാരൻ ആരോപിച്ചു. പണിസാധനങ്ങളും കോൺക്രീറ്റ് സാമഗ്രികളും നിരന്തരം മോഷണം പോകുന്നതായും സുഗമമായി പണി നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും കൂട്ടിച്ചേർത്തു. ഇറിഗേഷൻ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് റോഡ്. കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അടുത്തിടെയാണ് ആരംഭിച്ചത്. വിഷയത്തിൽ പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ സഹായം തേടുമെന്ന് ഇറിഗേഷൻ അധികൃതർ അറിയിച്ചു. സംഭവമാണ്. ഇതൊരു തുടർക്കഥയായി സംഭവിക്കുന്ന കാര്യമാണ്.
നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് തന്നെ നമ്മുടെ സാധനങ്ങൾ, പണി സാധനങ്ങളായാലും ടാറും വീപ്പകളും അതുപോലെ നമ്മുടെ പണി സാധനങ്ങൾ പല സ്ഥലത്തുനിന്നും കളവ് പോയിട്ടുള്ള സംഭവങ്ങളോട് ഉണ്ടായിട്ടുണ്ട്. ചിലരത് കോൺക്രീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത സാധനങ്ങൾ വരെ വലിച്ചെറിയുകയും കനാലിലേക്ക് മാറ്റിയിടുകയും വണ്ടികൾ കയറ്റുകയും, കോൺക്രീറ്റ് ചെയ്ത നിമിഷങ്ങൾക്ക് അകം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ മാറി എവിടെയെങ്കിലും ഒരു ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഏതെങ്കിലും വണ്ടിയോ അല്ലെങ്കിൽ ആളുകളോ കയറി അതിൻ്റെ മുകളിൽ നിന്ന് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പല ഫോട്ടോകളും നമ്മൾ നേരിൽ കണ്ടിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മളൊരു വ്യക്തിയെ നമ്മളോ അല്ലെങ്കിൽ സമൂഹത്തിനെ നമ്മൾ അധിക്ഷേപിക്കുന്നതല്ല. നമ്മളൊരു പുറം നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു വർക്ക് പണിയെടുക്കുന്ന ആളുകളാണ്. അപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകൾ ജനങ്ങൾ പറയണം. അത് ഞങ്ങൾ പോരായ്മകൾ പരിശോധിച്ച് അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകുന്നുണ്ട്. പക്ഷെ നമ്മളോട് വിരോധമുള്ള പോലെ നമ്മുടെ വർക്കിനെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്ന ചില സാമൂഹിക വിരുദ്ധർ അത് നല്ല രീതിയിൽ നമ്മുടെ അവിടെ നിന്നുള്ള ജനങ്ങളാൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്, ഇങ്ങനെ സംഭവങ്ങളുണ്ട്. നമ്മുടെ പല പണിസാധനങ്ങളും അതുപോലെ നമ്മുടെ ഈ ബ്ലോക്ക് ചെയ്യാനുള്ള ടാറും വീപ്പകൾ ഇതൊന്നും നമ്മുടെ എണ്ണത്തിൽ പെടാണ്ട് പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, നാട്ടുകാർക്ക് വേണ്ട രീതിയിൽ നമ്മൾ ചെയ്യണുണ്ട്. ഈ ഒരവസ്ഥ കുറച്ച് നാളായി തുടങ്ങുന്നു. ഇതിനൊരു നടപടി ഉണ്ടാവണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. നമ്മൾ എവിടെ പോയി വർക്ക് ചെയ്താലും ഇങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി രാമനിലയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വികസന ഭൂപടത്തിൽ മുഖ്യസ്ഥാനമുള്ള തൃശൂർ ജില്ലയുടെ വികസനത്തിനായി നിരവധി നിർദ്ദേശങ്ങളുമായി കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ വിവാദം നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മൂർഖിനിക്കര ഗവൺമെന്റ് UP സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം സംഘടിപ്പിച്ച ത്രിദിന സഹവാസ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് ഉദ്ഘാടനം ചെയ്തു. മച്ചാട്, പുത്തൂർ, പൊങ്ങണങ്കാട്, പാവറട്ടി, മണ്ണുത്തി പള്ളികളിൽ ശനി, ഞായർ ദിവസങ്ങളിൽ തിരുനാൾ ആഘോഷിക്കും. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.